കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വലിയ നാശനഷ്ടം. അടുത്ത 3 മണിക്കൂർ കേരളത്തിലെ 11 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കനത്ത മഴയിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ മണ്ണിടിച്ചിലുണ്ടായി. തിരുവനന്തപുരം പൊന്മുടിപ്പാതയിൽ മരം വീണ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 180 സെന്റിമീറ്റർ ഉയർത്തി. സമീപവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം മതിലിടിഞ്ഞു വീണ് മരണപ്പെട്ട ഫയാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. വയനാട്ടിൽ ഇന്നും മഴ തുടരുന്നു. 24 മണിക്കൂറിനിടെ 67 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മലപ്പുറം ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറുകളും തുറന്നു. കനത്ത മഴയിൽ ഗൂഡല്ലൂരിലെ ധർമ്മഗിരി മേഖലയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാട്ടാന ഒലിച്ചുപോയി. സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിലായി 33 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 174 കുടുംബങ്ങളിലെ 607 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തന സജ്ജമാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.